കഴുത്ത് നോക്കിയിട്ട് നമ്മുടെ ഹൃദയാരോഗ്യത്തിന്റെ പ്രത്യേകിച്ച് ഉറക്കത്തിൽ അപകടങ്ങൾ സംഭവിക്കുക, ഉറക്കത്തിൽ മരണം വരെ സംഭവിക്കുക, ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ സാധിക്കും. അതെങ്ങനെയും നോക്കാം. ഹാർട്ടും കഴുത്തും തമ്മിൽ ഇപ്പം എന്താ ബന്ധമുള്ളത്? നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ ഗ്ലാസ്സിലിട്ട് ഉപയോഗിക്കുന്ന സ്ട്രോ ഉണ്ടല്ലോ, ഈ സ്ട്രോ നമ്മൾ 2 വിരൽ കൊണ്ട് ഇങ്ങനെ അമർത്താന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നെ ആ സ്ട്രോയിലൂടെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റൂല. അതുപോലെ നമ്മുടെ ശരീരത്തിലൊരു സ്ട്രോ ഉണ്ട്, അത് നമ്മുടെ എയർവേ ആണ്. വായിലൂടെ ശ്വാസം എടുത്തിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന ഒരു ട്യൂബ്. അപ്പോൾ കഴുത്തൊക്കെ നന്നായിട്ട് തടിയുള്ള ആളുകൾ, കഴുത്തിൽ ഫാറ്റ് ഉള്ള ആളുകൾക്ക് രാത്രി മലർന്ന് കിടക്കുന്ന സമയത്ത് ഈ സ്ട്രോ അമർത്തി പിടിക്കുന്ന പോലെ ഈ എയർവേ അമർന്നു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ കിട്ടാതെ വരികയാണ്. ഇത് ഉറക്കത്തിൽ പല പ്രാവശ്യം സംഭവിക്കും. രോഗി ഇത് അറിയണമെന്നില്ല, ഞെട്ടി എണീക്കണമെന്നില്ല. പക്ഷെ ഒരു രാത്രി തന്നെ 100-ലധികമൊക്കെ തവണ എയർവേ ബ്ലോക്ക് ആവുന്ന എത്രയോ വ്യക്തികളുണ്ട്. ഇതിനെയാണ് നമ്മൾ കൂർക്കം വലിയുള്ളവർക്ക് പറയുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു മെഷറിംഗ് ടേപ്പ് എടുക്കുക. നമ്മുടെ ആഡംസ് ആപ്പിൾ ഉണ്ടല്ലോ, കഴുത്തിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗം, ആ ലെവലിൽ വെച്ചിട്ട് നമ്മുടെ കഴുത്തിന്റെ ചുറ്റളവ് മെഷറിംഗ് ടേപ്പ് കൊണ്ട് എടുക്കുക. ആണുങ്ങൾക്ക് ഇത് 17 ഇഞ്ചിന്റെ മുകളിലാണെങ്കിൽ, സ്ത്രീകൾക്ക് ഇത് 16 ഇഞ്ചിന്റെ മുകളിലാണെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ വരാനുള്ള റിസ്ക് വളരെ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവർ ഉടനെ പോയിട്ടൊരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യുക. അതുവഴി ഹൃദ്രോഗ റിസ്ക്, പക്ഷാഘാത റിസ്ക്, BP റിസ്ക്, എന്തിനേറെ ഉറക്കത്തിലുള്ള മരണസാധ്യത വരെ നമുക്ക് കുറക്കാൻ സാധിക്കും. ഇത്രയും സിമ്പിളായി